ഓപ്പോൾ. എം.ടി. വാസുദേവൻ നായർ. ഓപ്പോൾ കരയുകയായിരുന്നു. ഓപ്പോൾ കരയുന്നത് കാണാൻ അപ്പുവിന് ഇഷ്ടമില്ല. വടക്കേ മുറിയിൽ ജനാലപ്പടിമേൽ നെറ്റിയമർത്തി വെച്ചുകൊണ്ട് ഓപ്പോൾ കരയുകയാണ്. അവർക്കെപ്പോഴും കരച്ചിൽ തന്നെ കരച്ചിൽ. ഒരു പക്ഷേ വലിയമ്മ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. വലിയമ്മ അപ്പുവിനെയും ചീത്ത പറയാറുണ്ട്. അവന് കരച്ചിലല്ല, അരിശമാണുണ്ടാവുക. ഓപ്പോളുടെ അത്ര വലിപ്പമുണ്ടെങ്കിൽ അവൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇത്ര വലുതായിട്ടും ഓപ്പോൾ ചീത്ത മുഴുവൻ കേൾക്കും. ഓപ്പോളുടെ മുഖം വാടും, കണ്ണുകൾ നിറയും. അത് കാണുമ്പോൾ അവൻ പതുക്കെ സ്ഥലം വിടുകയാണ് പതിവ്. കരയുമ്പോൾ ഓപ്പോളുടെ അടുത്ത് നിൽക്കാൻ അപ്പുവിന് വയ്യ. കരച്ചിലിനിടയിൽ ഓപ്പോൾ അവനെ കെട്ടിപ്പിടിക്കും. പിടിച്ചു പൂട്ടുന്നത് അവനിഷ്ടമാണ്. പക്ഷേ മോനെ എന്ന് പിറുവിറുത്തുകൊണ്ട് നെറ്റിയിലും തലയിലും തെരുതെരെ ഉമ്മ മുത്തുമ്പോൾ ചൂടുള്ള കണ്ണുനീർ തുള്ളികൾ അപ്പുവിൻ്റെ ശരീരത്തിൽ അടർന്നു വീഴും. അപ്പോൾ അവനും വെറുതെ കരയാൻ തോന്നും. വലിയമ്മ ചീത്ത പറയുന്നത് അവൻ അത്ര ശ്രദ്ധിക്കാറില്ല. ധാരാളം ചീത്ത കേട്ടുകഴിഞ്ഞു. കാലത്തെഴുന്നേൽക്കുന്നത് മുതൽ കേൾക്കാറുള്ളതാണ്. നേരുച്ചായാലേ ചെക്കൻ എണീക്കൂ, കണ്ടില്ലടാ നിന്റെ തല പൊട്ടിപ്പൊളിക്കും, പെരത്ത അറയക്കൂടി പൊളിഞ്ഞില്ലേ. കോലായുടെ വക്കിൽ അമ്മിക്കല്ലിൻ്റെ അടുത്തിരുന്ന് പല്ലു തേക്കുമ്പോൾ നിലത്ത് കുറച്ച് വെള്ളമായാൽ മതി. വലിയമ്മ തുടങ്ങും. കുരുത്തം കെട്ടവനെ, എൻ്റെ എല്ലും മുള്ളും നുറുങ്ങിയിട്ടാ നിലം തേച്ചരണ്ണ്. മുറ്റത്ത് കരടാക്കിയാൽ, കിണറ്റിലേക്ക് ഒരു കല്ലിട്ടാൽ, ചെപ്പുകുടത്തിന്മേൽ ഒന്ന് ചെണ്ട കൊട്ടിയാൽ എല്ലാം വലിയമ്മയ്ക്ക് ശകാരം തന്നെ ശകാരം. ഇപ്പോൾ സ്കൂളിൽ പോവാൻ തുടങ്ങിയതിന് കൊണ്ട് അവൻ അല്പം ആശ്വാസമുണ്ട്. പകലധികം ഉപദ്രവമില്ലല്ലോ. ഓപ്പോൾക്ക് വലിയമ്മയെ 2 കൊടുത്താൽ എന്താ? പക്ഷേ വലിയമ്മയെ ഭയപ്പെടുന്നത് അപ്പുവിനേക്കാൾ ഓപ്പോളാണ്. അപ്പുവിനെ ചീത്ത പറയുന്നത് കേൾക്കുമ്പോൾ ഓപ്പോൾ ചിലപ്പോൾ പറയും, അമ്മ അതിനെ പ്രാവി കൊല്ലും. ഭാ, അതിനൊരാട്ടാണ് മറുപടി കിട്ടുന്നത്. അതുകൊണ്ടും നിർത്തില്ല. അത്ര പഞ്ചാര അച്ചാൽ അങ്ങോട്ട് മിങ്ങിക്കോ. അവരവിടെ ആവുമ്പോൾ അപ്പോൾ കുട്ടിയെ തൊടാൻ ചെന്നാൽ കറമ്പിപ്പയ്യെ കൊമ്പും കുലുക്കി വരാറുള്ളത് പോലെ വല്യമ്മയുടെ ഒരു വരവുണ്ട്. എടീ, അതിനെ കണ്ടോരാ. എൻ്റെ അമ്മയെ എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട. ഇത്രത്തോളമായാൽ അപ്പു പതുക്കെ മുറ്റത്തിറങ്ങി പോവുകയാണ് പതിവ്. തൊടിയിൽ ചക്കൻ്റെ കൂടെ ചുറ്റി നടക്കും. ചിലപ്പോൾ കുമ്പള വള്ളിക്കിടകളിൽ ഒളിച്ചു കളിക്കുന്ന ചുവന്ന വാലുള്ള തുമ്പിയെ പിടിക്കാനുള്ള ശ്രമം നടത്തും. ഒരിക്കലും അവൻ അതിനെ കയ്യിൽ കിട്ടിയിട്ടില്ല. എന്തു സൂത്രക്കാരനാണെന്നോ. പട്ടുകോണകമെടുത്ത് പറന്നു നടക്കുന്ന ആ തുമ്പി ചെറുക്കൻ. കുറേ കഴിഞ്ഞേ അപ്പു വീട്ടിനകത്തേക്ക് പോവും. അതിനിടയ്ക്ക് അവൻ ഓർക്കും, ഓപ്പോള് വടക്കേ മുറിയിൽ ജനാലയുടെ പടിയിൽ നെറ്റി അമർത്തി വെച്ച് തേങ്ങി കരയുകയാവും. സന്ധ്യയ്ക്ക് നാമം ചൊല്ലുക എന്ന ബുദ്ധിമുട്ടുള്ള പണിയുണ്ട്. ഇടനാഴിയിലിരുന്നാണ് അപ്പു നാമം ചൊല്ലുക. കുറേ നമശിവായ ഉരുവിടണം. പിന്നെ അശ്വതി ഭരണിയാണ്. അതവന് തെറ്റില്ല. മലയാള മാസം 12 കഴിഞ്ഞാൽ പിന്നെ ഓപ്പോളുടെ സഹായം വേണം. ഇംഗ്ലീഷ് മാസവും 1, 2, 3യും ഓപ്പോളാണ് ചൊല്ലിക്കൊടുക്കേണ്ടത്. ഓപ്പോൾക്ക് ഇംഗ്ലീഷ് അറിയാം. ഉമ്മറത്തെ ഉണ്ണികൃഷ്ണൻ്റെ ചിത്രമുള്ള കലണ്ടറിൽ അച്ചടിച്ച് ഇംഗ്ലീഷൊക്കെ വായിക്കാൻ ഓപ്പോൾക്ക് കഴിയും. ഓപ്പോൾ 8 വരെ പഠിച്ചതാണത്രേ. എല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ഓപ്പോളുടെ അടുത്ത് ചെന്നിരിക്കും. ഒന്നും പറയാറില്ല. ഓപ്പോളുടെ വിരലുകൾ അവൻ്റെ മുടിക്കുള്ളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അപ്പോഴായിരിക്കും അടുത്ത വീട്ടിൽ നിന്ന് പാട്ട് കേൾക്കുന്നത്. അടുത്ത വീട് വളരെ വലുതാണ്. അവിടെ അവൻ പോയിട്ടില്ല. വേലിക്കപ്പുറത്തു നിന്ന് കണ്ടിട്ടേയുള്ളൂ. അവിടെ ഒരുപാട് ആളുകളുണ്ട്. അവിടെ നിന്ന് പാട്ട് കേൾക്കാൻ തുടങ്ങിയത് ഈ ഇടെയാണ്. പാട്ടുപാടുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന ഒരു പെട്ടി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടി എങ്ങനെയാണ് പാടുന്നതും കുറേ പറയുന്നതും? ചക്കൻ പറയുന്നത് അതിനകത്ത് ആള് കയറിയിട്ടുണ്ടാവും എന്നാണ്. ചക്കനൊന്നും അറിയില്ല. അവൻ സ്കൂളിൽ പോകുന്നില്ലല്ലോ. അവനെ മാത്രം കരമ്പി കുത്താൻ പോവില്ല. അതവൻ്റെ കേമത്വമൊന്നുമല്ല, മുടിങ്കോൽ കണ്ടിട്ടാണ്. ആ പാട്ടൊക്കെ സിനിമയിലുള്ളതാണത്രേ. അപ്പു സിനിമ കണ്ടിട്ടില്ല. അവൻ്റെ ക്ലാസ്സിലെ യശോദയും മണിയും കണ്ടിട്ടുണ്ടത്രേ. സിനിമയിലെ ചിത്രങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു സഞ്ചി അവൻ കണ്ടിട്ടുണ്ട്. പാട്ട് കേട്ടാൽ ഓപ്പോൾക്ക് ഒരു ഭ്രാന്തി ഇളകാറുണ്ട്. പിന്നെ ചോദിച്ചതിനൊന്നും മറുപടി പറയില്ല. അങ്ങനെ പിണക്കം കാട്ടുന്നത് എന്തിനാണ്? ചിലപ്പോഴെല്ലാം ഓപ്പോള് അങ്ങനെ മിണ്ടാഭൂതമായിട്ടിരിക്കും. വല്ലാത്തൊരോപ്പോള്. എന്നാലും അവന് ഓപ്പോളെ ഇഷ്ടമാണ്. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കുളിപ്പിക്കുന്നത് ഓപ്പോളാണ്. ഉരമുള്ള പീച്ചിക കൊണ്ട് മേലൊക്കെ തേക്കുന്നത് അവന് ഇഷ്ടമാവാറില്ല. തോർത്തുമുണ്ടിൻ്റെ തുമ്പ് കൂർപ്പിച്ച് ചെവിയിൽ തിരിക്കുമ്പോൾ അവൻ ഇക്കിളി തോന്നും. ഓപ്പോളാണ് കഞ്ഞി വിളമ്പി തരുന്നത്. കഞ്ഞി കുടിച്ച് കൈ കഴുകിയാൽ ഈറൻ മുണ്ടുകൊണ്ട് നനഞ്ഞ വെള്ളം തുടച്ച് തലേ ദിവസത്തെ തിരുമ്പി വെച്ച് മടക്കിയ ഷർട്ടും വലിയ ട്രൗസറും ഇടുവിക്കും. തല ചീകിക്കഴിഞ്ഞ് മുഖത്തെ എണ്ണമനുപ്പ് ഒരിക്കൽ കൂടി തുളച്ചു കഴിഞ്ഞാൽ അവന് സ്കൂളിൽ പോകാം. രാത്രി അവൻ ഉണ്ണാനിരിക്കുമ്പോൾ ഓപ്പോളും അടുത്തുണ്ടാകും. ഓപ്പോള് വായിൽ തരുന്നതാണ് അവനിഷ്ടം. പക്ഷേ വലിയമ്മ കാണുമ്പോൾ ഓപ്പോള് ചോറെടുത്ത് തരില്ല. കാരണം ഒരിക്കൽ വലിയമ്മ പറഞ്ഞു,
ചോറ് തൊള്ളയെ കൊടുക്കണോ ഒരുള്ളക്കുട്ടി. ചിലപ്പോൾ മാത്രമേ ഓപ്പോള് വലിയമ്മോട് മറുപടി പറയൂ. ഓപ്പോള് പറയുന്നത് കേൾക്കുമ്പോൾ വലിയമ്മയുടെ കലി വർദ്ധിക്കും. പിന്നെ ബഹളമായി. കുറേ പറഞ്ഞാൽ ഓപ്പോൾ കരയും. ചിലപ്പോൾ വലിയമ്മയും. വലിയമ്മ കരഞ്ഞാൽ അവനൊന്നുമില്ല. ഒരിക്കൽ മാത്രമേ വലിയമ്മ കരയുന്നത് കണ്ട് അവന് സങ്കടം തോന്നിയിട്ടുള്ളൂ. അത് ഓപ്പോളായി ലഹള കൂടിയിട്ടല്ല. ആ സംഭവം അപ്പം മറന്നിട്ടില്ല. വലിയമ്മയെ കരയിപ്പിച്ച ആ മനുഷ്യനെയും. ചക്കൻ ഉണ്ടാക്കി കൊടുത്ത ഓലപ്പന്ത് തട്ടിക്കൊണ്ട് അപ്പു മുറ്റത്ത് കളിക്കുകയായിരുന്നു. അപ്പോൾ പടിക്കൽ നിന്നൊരു വിളി, അമ്മ. നോക്കുമ്പോൾ ഒരാളുണ്ട്, വേലിയും പിടിച്ചു നിൽക്കുന്നു. നീണ്ട കൈയുള്ള കുപ്പായവും കക്ഷത്തൊരു സഞ്ചിയുമുണ്ട്. വലിയമ്മ മുറ്റത്തേക്ക് ഇറങ്ങി വേലിക്കരികിലേക്ക് നടന്നു. വലിയമ്മ എന്തെല്ലാമോ പറയുന്നു. നിന്റെ തള്ളയല്ലേ പറയണേ, ഇത്രത്തോളം വന്നിട്ട് ഇവിടെ ഒന്ന് കയറിയാൽ എന്താ കുമാര? വലിയമ്മ പറഞ്ഞത് ന്യായമാണെന്ന് അപ്പൂനും തോന്നി. ഏതാ ഇത്ര വലിയ പവറുകാരൻ? അയാൾക്ക് വലിയമ്മോട് വർത്താനം പറയണമെങ്കിൽ അങ്ങോട്ട് വിളിക്കണോ? വീട്ടിൽ കയറി വന്നൂടെ? അയാൾ പറയുന്നത് ഈ പടി ഇനി ചവിട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് 5-6 കൊല്ലായില്ലേ? അതിനി ഉണ്ടാവില്ല അമ്മേ. വലിയമ്മ നല്ല 2 ചീത്ത അങ്ങോട്ട് കൊടുത്താൽ എന്താ? എപ്പോഴും കുറച്ച് ചാടാറുള്ള വലിയമ്മ ആ പവറുകാരനോട് പിന്നെയും കെഞ്ചുകയാണ്. പട്ടിയിലിട്ടതായി പോയില്ലേ, എനിക്ക് അവളെ കൊല്ലാൻ വയ്ക്കുമോ? അതിനയാൾ പറഞ്ഞ മറുപടി അപ്പൂന് മനസ്സിലായില്ല. എടാ, എൻ്റെ തല തെക്കേ കണ്ടത്തിലെത്തണ കാലം വരെയെങ്കിലും, അത് കഴിഞ്ഞാൽ ഇതും കൂടി ഉണ്ടാവില്ല. അയാൾ വീണ്ടും കയർക്കുകയാണ്. ഈ വേദാന്തം മകളോട് നേരത്തെ പറയേണ്ടതായിരുന്നു. അതിനിടയ്ക്ക് അയാൾ അവൻ്റെ നേരെ നോക്കി. ആ നോട്ടം അത്ര സുഖമുള്ളതല്ല. തരം കെട്ടിയാൽ കുട്ടികളുടെ കഴുത്ത് പിരിച്ച് പൊക്കണത്തിലാക്കാൻ നടന്ന ആ ഗോസായി ഉണ്ടല്ലോ, അയാൾ നോക്കിയപ്പോൾ കൂടി അപ്പൂന് ഇത്ര ഭയം തോന്നിയില്ല. ഈ മനുഷ്യനും കഴുത്ത് പിരിക്കുമോ? അവൻ പതുക്കെ ഉമ്മറത്തേക്ക് കയറി. ഓപ്പോള് അകത്തേക്ക് പോയിരുന്നു. അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ വാഴക്കൂട്ടത്തിലേക്ക് നോക്കിക്കൊണ്ട് ഓപ്പോൾ നിൽക്കുകയായിരുന്നു. മുണ്ടിൻ്റെ കോന്തലയിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ട് അപ്പു ചോദിച്ചു, ആരാ ഓപ്പോളെ പഠിക്കല്? ഓപ്പോൾ അത് കേട്ടില്ലെന്ന് തോന്നുന്നു. ഓപ്പോളെ ആരാ പഠിക്കല്? ഓപ്പോള് എന്തോ പറയാൻ ഭാവിച്ചു, പക്ഷേ പറഞ്ഞില്ല. ആരാ ഓപ്പോളെ? അത് കഴുത്ത് പിരിക്കുവോ? ആര്? അയാളേ കുട്ടികളുടെ കഴുത്ത് പിരിക്കില്ലേ? ഓപ്പോൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അതെൻ്റെ അമ്മാമ്മയാ. അതല്ലേ പുതുമ? അമ്മാമ്മയായിട്ട് മൂപ്പരിതാണോ ചെയ്യേണ്ടിയിരുന്നത്? പഠിക്കൽ വന്നു നിന്ന് പതുക്കെ വലിയമ്മയെ വിളിക്കുക, എന്നിട്ട് പേടിപ്പെടുത്താൻ വേണ്ടി അപ്പൂനെ വല്ലാതെ നോക്കുക. വല്ലാത്തൊരമ്മാമ്മ. ഓപ്പോള് വെറുതെ പറഞ്ഞതാവുമോ? അതോ ഓപ്പോളെ? അതെ. അമ്മാമ്മ എന്താ വരാത്ത്? അതിന് ഓപ്പോള് മറുപടി പറഞ്ഞില്ല. അമ്മാമ്മ വരില്ല. പിന്നെയും ചോദിക്കാൻ ഭാവിക്കുമ്പോൾ ഓപ്പോളുണ്ട് കണ്ണു തുടയ്ക്കുന്നു. ഈ ഓപ്പോൾക്ക് ഭ്രാന്താ. അപ്പോൾ വലിയമ്മ അകത്തേക്ക് വന്നു. വലിയമ്മയെ കണ്ടപ്പോഴാണ് അപ്പു അമ്പരന്നത്. വലിയമ്മ തേങ്ങിക്കരയുകയായിരുന്നു. കണ്ണുനീരിനിടയിൽ അവർ പലതും പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അപ്പുവിനും സങ്കടം തോന്നി. എത്ര തന്നെ ചീത്ത പറഞ്ഞാലും അവൻ്റെ വലിയമ്മയല്ലേ. കുറച്ച് ആത്മവിശ്വാസത്തോടെ അവൻ ഉമ്മറത്ത് വന്ന് പടിക്കിലേക്ക് കണ്ണോടിച്ചു. അമ്മാമ്മ പോയിക്കഴിഞ്ഞിരുന്നു. ഒരമ്മാവനുണ്ടാവുന്നത് നല്ലതാണ്, പക്ഷേ ഇങ്ങനെ നോക്കി പിടിപ്പിത്തരുത്. പഠിക്കൽ വന്നു നിന്ന് വലിയമ്മയെ വിളിച്ച് അതും ഇതും പറഞ്ഞ് കരയിപ്പിക്കരുത്. പടിഞ്ഞാറേ വീട്ടിലെ ജാനുവിന് ഒരമ്മാമ്മയുണ്ട്. അയാൾ ദൂരത്തെവിടെയോ ആണ്. 7 കടലും കടന്ന് ചെന്നാലേ അയാളുടെ ദിക്കിലെത്തൂ. അവിടെ പട്ടുകുപ്പായവും മൊട്ടുകുടയും ധാരാളമുണ്ട്. അയാൾ വന്നപ്പോൾ ജാനുവിന് ഇത് രണ്ടും കിട്ടി. മൊട്ടുകുടയ്ക്ക് നല്ല ഭംഗിയുണ്ട്, തീരെ കനമില്ല. അവൾ അമ്പലത്തിലേക്ക് അമ്മയുടെ കൂടെ പോകുമ്പോഴേ അതെടുക്കൂ. കുപ്പായം പാകമാവാത്തതുകൊണ്ട് പെട്ടിയിൽ വെച്ചിരിക്കുകയാണ്. വീട്ടിലുള്ള അവളുടെ അമ്മാമൻ ഒന്നും അവൾക്ക് കൊടുത്തിട്ടില്ല. അവൾക്ക് കൂടുതൽ ഇഷ്ടം 7 കടൽ കടന്നു വന്ന അമ്മാവനെയാണ്. അയാൾ ഇനി അടുത്ത കൊല്ലവും വരുമത്രേ. അപ്പുവിൻ്റെ അമ്മാമൻ ഇങ്ങനെ കുഴപ്പക്കാരനായതിൽ അവന് സങ്കടമുണ്ട്. അയാൾ വരില്ലെന്നാണ് ഓപ്പോൾ പറഞ്ഞത്. അയാൾ പാർക്കുന്ന സ്ഥലത്ത് മുട്ടുകുട കിട്ടുമോ? കിട്ടിയാൽ തന്നെ അയാൾ കൊണ്ടുവരില്ല. കണ്ടില്ലേ നോട്ടം? വലിയമ്മയെ കൂടി കരയിപ്പിച്ചു കളഞ്ഞു. വീട്ടിനകത്ത് കയറാത്തത് പിണക്കമുള്ളതുകൊണ്ടാവും. ആരോടാണ് പിണക്കം? ഇനി വരുമ്പോൾ ചോദിക്കാൻ ഉറച്ചതായിരുന്നു. പക്ഷേ അമ്മാമ്മ വന്നില്ല. അമ്മാമ്മ എവിടെയാണ്? ഓപ്പോള് പറയുന്നില്ല. ജാനുവിന് അങ്ങനെ ഒരാളെ അറിയില്ല. അവനൊരമ്മാമ്മയുണ്ടെന്ന് വിശ്വസിക്കാൻ കൂടി അവൾക്ക് പ്രയാസം. ചക്കന് കുറച്ചൊക്കെ അറിയാം. ഓൾക്ക് പൊയക്കര വീടും പറമ്പും ഉണ്ട്. ചക്കൻ കണ്ടിട്ടുണ്ടത്രേ. അവൻ ആ വഴി പോയ കാലത്താണ് പുതിയ പുരയ്ക്ക് ഓടുമേയുന്നത്. അമ്മാമ്മ ഇങ്ങോട്ട് എന്താ വരാത്തത്? ഓല് തെറ്റിപ്പോയതല്ലേ? എന്തിനാണ് തെറ്റിയതെന്നും ചക്കൻ അറിഞ്ഞുകൂടാ. ആലോചിക്കുമ്പോൾ അവനൊന്നും മനസ്സിലാകുന്നില്ല. പല സംശയങ്ങളും അവന് തീർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആരോട് ചോദിക്കും?
ഓപ്പോളാണ് അവൻ്റെ സംശയങ്ങൾ സാധാരണ തീർക്കുക. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴാണത്. അവൻ ഊണ് കഴിക്കുമ്പോഴേക്കും വടക്കേ അറയിൽ കോസറി വിരിച്ചിട്ടുണ്ടാകും. ചുവപ്പിൽ വലിയ വെള്ളപ്പൂക്കളുള്ള ഒരു പഴയ സാരിയാണ് കോസറിയിൽ വിരിക്കുക. അതുകൊണ്ടാണ് അവന് ആ കോസറിയിൽ കിടക്കാൻ ഇഷ്ടം. അത് ഓപ്പോളുടെ സാരിയാണ്. ഓപ്പോൾക്ക് മറ്റൊരു സാരി കൂടിയുണ്ട്. അത് പെട്ടിയിൽ മടക്കി വെച്ചിരിക്കുകയാണ്. ഓപ്പോൾ അതൊടുത്ത് കണ്ടിട്ടില്ല. ആ പെട്ടി തുറക്കുമ്പോൾ നല്ല മണമുണ്ട്. കൈതപ്പൂവിൻ്റെ വാസനയാണ്. കൈതപ്പൂവിൻ്റെ മണം പരത്തുന്ന സാരിയും ചുറ്റി ഓപ്പോൾ നടന്നാൽ നല്ല രസമുണ്ടാവും. ഊണ് കഴിഞ്ഞ ഉടനെ കിടക്കുമെങ്കിലും ഓപ്പോൾ വരുന്നത് വരെ അപ്പു ഉറങ്ങില്ല. അടുക്കള അടിച്ചുവാരി പാത്രങ്ങൾ കഴുകി വെച്ച ശേഷമേ ഓപ്പോൾ വരൂ. ഓപ്പോളെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അവൻ സംശയങ്ങൾ ഓരോന്ന് ചോദിക്കും. ജാനു അന്ന് പറഞ്ഞതൊക്കെ നുണയാണോ എന്ന് മിക്കപ്പോഴും അവൻ അറിയേണ്ടത്. അവൾ എന്ത് നുണയാണെന്നോ ചിലപ്പോൾ പൊട്ടിക്കുക. 9 കുട്ടിയെ തിന്ന ഒരു പാമ്പുണ്ടത്രേ അവളുടെ വീടിൻ്റെ തെക്കുള്ള പാമ്പിൻകാവിൽ. അത് കല്ല് വെച്ച നുണയല്ലേ? ഒരു പാമ്പിൻ്റെ വയറ്റിൽ 7 കുട്ടിയെ തന്നെ കൊള്ളില്ല. ഒരിക്കൽ ജാനു പറഞ്ഞു അവൾ ദൈവത്തെ കണ്ടുവെന്ന്. അപ്പുവിന് വിശ്വാസമില്ല. അപ്പു കണ്ടിട്ടില്ല, ചക്കൻ കണ്ടിട്ടില്ല, ഓപ്പോളും കൂടെ കണ്ടിട്ടില്ല. ജാനു രാത്രിയിലാണത്രേ കണ്ടത്. ദൈവത്തിന് ആണ്ടിയൂട്ടിന് വന്ന പൂശാരിയേക്കാളും താടിമീശയുണ്ട്. അവൾ നുണയാണോ പറയുന്നതെന്നറിയാൻ അപ്പു ചോദിച്ചു. തലയിലെന്താ? എന്ത് തലയില്? ദൈവത്തിൻ്റെ തലയില്. ജാനു കീന ആലോചിച്ച ശേഷം പറഞ്ഞു തലമുടി. പുപ്പോയ് ആപ്പ് ആർത്ത് വിളിച്ചു. ദൈവത്തിൻ്റെ തലയിൽ കിരീടാണ്. അത് ജാനു കണ്ടിട്ടില്ല. അവൾ നാണിച്ചുപോയി. നുണ പറയുമെങ്കിലും അവളെ അവനിഷ്ടമായിരുന്നു. അവൾ ഉണ്ടായിരുന്നപ്പോൾ കളിക്കാൻ കൂട്ടുണ്ട്. ഇപ്പോൾ അവളുമില്ല. ജാനുവിനെ അവളുടെ അച്ഛൻ കൊണ്ടുപോയി. കാടും മലയുമുള്ള സ്ഥലത്തേക്കാണ് പോയത്. പക്ഷേ കടല് കടക്കേണ്ട. കടലേഴുകളും കടന്നു ചെന്നെത്തുന്നത് അവളുടെ അമ്മാമ്മ താമസിക്കുന്ന സ്ഥലത്താണല്ലോ. അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ അവൾക്ക് തീവണ്ടിയിലിരിക്കാം. തീവണ്ടി വലിയ കുന്നിൻ്റെ വയറു തുളച്ചാണത്രേ പായുക. പോകുന്നതിൻ്റെ തലേ ദിവസം ജാനു അപ്പുവിൻ്റെ വീട്ടിൽ വന്നു. കൂടെ അവളുടെ അമ്മയുണ്ടായിരുന്നു. ഞങ്ങൾ നാളെ തീവണ്ടിയിൽ കയറിപ്പോകൂലോ എന്നവൾ പറഞ്ഞപ്പോൾ അവൻ അല്പം അസൂയയാണ് തോന്നിയത്. അവൾക്ക് എന്തെല്ലാം കാണാം. അവൾ പോകുന്ന സ്ഥലത്ത് നല്ല റബ്ബർ പന്തും സൈക്കിളുമൊക്കെ കാണുമായിരിക്കും. അപ്പുവിന് എവിടേക്കെങ്കിലും ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ആരെങ്കിലും വന്ന് വിളിച്ചുകൊണ്ട് പോവാതെ അവൻ എന്തു ചെയ്യും? താലപ്പൊലിപ്പാല നിൽക്കുന്ന കുന്നിനപ്പുറം അവൻ കണ്ടിട്ടില്ല. 7 കടലിനപ്പുറമുള്ള രാജ്യങ്ങൾ, കൂറ്റൻ കുന്നുകളുടെ വയറു തുളച്ച് പായുന്ന തീവണ്ടി, മൊട്ടുകുടയും പട്ടുകുപ്പായങ്ങളും നിറഞ്ഞ ആ സ്ഥലങ്ങളിലെ കുട്ടികൾക്ക് എന്തു രസമായിരിക്കും. ജാനുവിൻ്റെ അമ്മ ഓപ്പോളോട് യാത്ര പറഞ്ഞു. അവർ ഒരുമിച്ച് പഠിച്ചതാണത്രേ. ജാനുവിൻ്റെ അച്ഛൻ്റെ കൂടി പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടത്രേ. പിന്നെ ഒരു തമാശ കേൾക്കണോ? ജാനുവിൻ്റെ അച്ഛനെപ്പറ്റി അവളുടെ അമ്മ പറയുക അമ്മൂൻ്റെ അച്ഛൻ എന്നാണ്. ജാനുവിൻ്റെ അമ്മ പോയപ്പോൾ ഓപ്പോളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ഒരു പക്ഷേ ഓപ്പോൾക്കും കുന്നിൻ്റെ വയറു തുളച്ചു പായുന്ന തീവണ്ടിയിൽ പോകണമെന്നുണ്ടായിരിക്കും. ഓപ്പോൾ എവിടേക്കും പോവാറില്ല. അമ്പലക്കുളത്തിലേക്ക് കൂടി. കുളിക്കുന്നത് വീട്ടിൽ കിണറ്റിൻകരയിലാണ്. പടിക്കലെ ഭഗവതിക്കാവിൽ പാട്ടും താലവും ഉണ്ടായപ്പോൾ വല്യമ്മ പോയി. അപ്പവും പോയി. എന്നിട്ടും ഓപ്പോൾ വന്നില്ല. ഓപ്പോൾ വരില്ലേ വല്യമ്മേ? അപ്പോൾ വല്യമ്മ കുറച്ച് ചാടി. ചെക്കാ മിണ്ടാണ്ട് അവിടെ നിന്നോ. കഴിഞ്ഞ ഇടവത്തിലാണ് അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. ഇനി 2 മാസം കഴിഞ്ഞാൽ പരീക്ഷയായി. അതിൽ ജയിച്ചാൽ അവൻ ഇനി 2ാം ക്ലാസ്സിലാണ് ഇരിക്കുക. ജാനു അവളുടെ അച്ഛൻ്റെ സ്ഥലത്തെത്തിയാൽ സ്കൂളിൽ പോകാമത്രേ. അവിടെയും സ്കൂളുകൾ ഉണ്ടായിരിക്കും. കേളുമാഷ് ഉണ്ടാവുമോ ആവോ? ഉണ്ടാവാതിരിക്കട്ടെ, അടി വാങ്ങാതെ കഴിയാമല്ലോ. ക്ലാസ്സിൽ അവനൊരു കൂട്ടുകാരനുണ്ട്, കുട്ടിശങ്കരൻ. പാടത്തിൻ്റെ മറുകരയ്ക്കാണ് കുട്ടിശങ്കരൻ്റെ വീട്. അവരൊരുമിച്ചാണ് സ്കൂളിൽ പോകുന്നതും വരുന്നതും. കേളുമാഷ് ചിലപ്പോൾ കുട്ടിശങ്കരനെ കുട്ടിച്ചാത്തൻ എന്ന് വിളിക്കും. എല്ലാവരും ചിരിക്കും. അവൻ അത് കേൾക്കണം. എന്നാലും കേളുമാഷ് അടിക്കുന്ന അടി സഹിച്ചുകൂടാ. കുട്ടിശങ്കരൻ ഒരിക്കൽ അവനൊരു ചെറുനാരങ്ങ സമ്മാനിച്ചു. അത് അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അവൻ്റെ വീട്ടിൽ തലേ ദിവസം കുറേ ചെറുനാരങ്ങ ഉണ്ടായിരുന്നത്രേ. അവൻ്റെ കുഞ്ഞാപ്പോളുടെ കല്യാണമായിരുന്നു. കല്യാണത്തിന് എന്താ ചെറുനാരങ്ങ? പൊട്ട അതറിയില്ലേ? അവൻ ചോദിക്കുകയാണ്. കുട്ടിശങ്കരൻ്റെ നാട്യം അവൻ ഒരുപാട് കല്യാണം കണ്ടിട്ടുള്ളതുപോലെയാണ്. കല്യാണത്തെപ്പറ്റി കുട്ടിശങ്കരൻ വിവരിച്ചു കൊടുത്തു. വളരെ ആളുകൾ വീട്ടിൽ വരും. പന്തലിൽ വന്നിരിക്കുന്നവരെല്ലാം കുപ്പിയിൽ പനിനീര് നിറച്ചു തളിക്കും. പനിനീരിന് നല്ല വാസനയുണ്ട്. പിന്നെ കളഭവും ചെറുനാരങ്ങയും എല്ലാവർക്കും കൊടുക്കുമത്രേ. ഇതൊന്നും അപ്പു വിശ്വസിച്ചില്ല. നുണയാണെന്ന് തുറന്നു പറഞ്ഞാൽ അവൻ ചോദിക്കും, നീ കല്യാണം കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇല്ലെന്ന് സമ്മതിക്കേണ്ടി വരും. കുട്ടിശങ്കരനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അപ്പു പറഞ്ഞു, നിൻ്റോടെ എൻ്റെ ഓപ്പോൾക്ക് കല്യാണം ഉണ്ടായാൽ അന്ന് നാരങ്ങ തരുന്നുണ്ട്. പക്ഷേ കുട്ടിശങ്കരൻ പറയുകയാണ്, അതിന് അനക്കുണ്ട ഓപ്പോള്. അത് കേട്ടപ്പോൾ അപ്പുവിന് കലശമായ ദേഷ്യം വന്നു. കുട്ടിച്ചാത്ത എന്ന് 4 വട്ടം വിളിച്ച് ചെകിട്ടത്ത് അടിക്കാനാണ് തോന്നിയത്.
കുട്ടിശങ്കരൻ അവനേക്കാളും വലിപ്പമുണ്ട്, അതുകൊണ്ട് ചെയ്തില്ല. എൻ്റെ ഓപ്പോള് പിന്നെ ആരടാ? പൊട്ടാ, എൻ്റെ ഓപ്പോള് എൻ്റെ അമ്മല്ലേ?